ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ ഇന്നലെ അവസാനിച്ചു. ഇന്ന് അതിന്റെ സ്ക്രൂട്ടനിങ് ആയിരുന്നു. ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ അതിഭീകരമായ രാഷ്ട്രീയ അതിപ്രസരമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആന്തൂർ മുനിസിപ്പാലിറ്റി, നിങ്ങൾക്കറിയാം, ആന്തൂർ മുനിസിപ്പാലിറ്റി സിപിഎമ്മിന്റെ ആധിപത്യം, മൃഗീയ ആധിപത്യമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയിലും കഴിഞ്ഞ തവണയും കോൺഗ്രസിന് ചില സ്ഥലങ്ങളിൽ ഭീഷണി കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുത്ത സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചിട്ടുള്ളത് അന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇത്തവണ ഞങ്ങൾ കുറച്ചുകൂടി ശക്തമായ തീരുമാനമെടുത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 40 വർഷങ്ങൾക്ക് ശേഷം, അവിടെ പാർട്ടിക്ക് ഒരു ഓഫീസ് സ്വന്തമായി ഉണ്ടാക്കി സംഘടനാപരമായ പ്രവർത്തനങ്ങൾ പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ കീഴിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ അവസരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിലെ ഒരു 2 സ്ഥലത്ത് നിരന്തരമായ ഭീഷണി കൊണ്ട് 2 സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, എല്ലാവരെയും ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വീടുകളിലൊക്കെ അതിന്റെ ബേക്കിലേ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ നോമിനേഷൻ 2 കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നോമിനേഷൻ കൊടുത്ത് പിറ്റേത് അന്ന് രാത്രി മുതൽ നമ്മുടെ സ്ഥാനാർത്ഥികളായവരുടെ, നമ്മൾ പ്രപ്പോസ് ചെയ്തവരുടെ വീടുകളിൽ കയറി ചെല്ലുകയും പ്രപ്പോസ് ചെയ്തത് ഞങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയുള്ള നിർബന്ധപൂർവമായി ഭീഷണിപ്പെടുത്തി പറയിക്കുവാനുള്ള ശ്രമമാണ് നടത്തിവന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ലിവ്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. രാവിലെ നമ്മൾ നോക്കുമ്പോൾ ലിവ്യനെ കാണാനില്ല. സിപിഎംകാർ തട്ടിക്കൊണ്ടുപോയി. അതെല്ലാം പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ ആണ് ഈ ലിവ്യനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറയുന്നു. ലിവ്യ നോമിനേഷൻ കൊടുത്തത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആ ലിവ്യനെ ഭീഷണിപ്പെടുത്തി ആന്തൂരിൽ ഇനി താമസിക്കണമെങ്കിൽ നിങ്ങൾ നോമിനേഷൻ പിൻവലിച്ചില്ല എങ്കിൽ ആന്തൂരിന്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ആന്തൂരിൽ തന്നെയാണ് ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതൊക്കെ അവരുടെ ഇടയിലേക്ക് ഭീഷണി മുഖത്തിൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരെ അവിടെ നിന്നും മാറ്റി അവര് തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്ത 4 പേര്, അത് വാർഡ് 20 കോൾമട്ട, 18 തളിയിൽ, 20 തളിവയൽ, 13 കോടല്ലൂർ, ഈ വാർഡുകളിൽ നിന്ന് പ്രപ്പോസ് ചെയ്തവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇന്ന് സ്കൂട്ടറിങ്ങിന്റെ സമയത്ത് അവിടെ എത്തിച്ചു. എന്നിട്ട് ആ ഒരു ഫോം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത്. ആ ഫോം നോക്കിയാൽ നിങ്ങൾക്കറിയാം, 4 ഫോമും ഒരേപോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഇവരെ കൊണ്ട് ഞങ്ങളല്ല എന്ന്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ 2 പേരെ 2 നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ആ 2 പേരുടെ അടുത്ത് ആരെയും കള്ളവപ്പെട്ട് കൊടുത്താൽ പോരെ. ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് സിപിഎമ്മിന്റെ ഒരു സഹാവ് ഈ 4 ഫോം കൊടുക്കുന്നതിൽ 4 ഫോം എഴുതിയിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആ ഫോം എടുത്ത് പരിശോധിച്ച് നോക്കണം. ആ 4 ഫോമും ഒരാളാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിന്റെ ഹിയറിംഗ് അത് കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് സോയിൽ കൺസർവേറ്റർ ഓഫീസാണ്. അത് കണ്ണൂർ കളക്ടറേറ്റിന്റെ അവിടെയാണ് അതിന്റെ ഓഫീസ്. അവിടെ ഈ പറഞ്ഞ ഹിയറിംഗ് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് കളത്തരമൊന്നുമില്ല. ഇത് ആളുകളെ ഭീഷണിപ്പെടുത്തി അവിടെ വരുന്നവരെ നിങ്ങൾ അവിടെ പോയതല്ലേ, ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവിടെ ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുക, നേരിട്ട് ഭീഷണിപ്പെടുത്തുകയല്ല. അവരുടെ കുടുംബത്തിൽ അതുപോലെ തന്നെ വിദേശത്ത് ആളുണ്ടെങ്കിൽ അവിടെ മക്കൾ വിദേശത്തുണ്ടെങ്കിൽ വിദേശത്ത് വിളിച്ച് ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കവിടെ ഈ ഭീഷണിയെ അതിജീവിച്ചൂടെ എന്ന് ഒരുപക്ഷെ ചോദിക്കാം. ഭീഷണിയെ അതിജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റണ്ട, ആ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടില്ല, ആ ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ആന്തൂരിലെ ദാസൻ ആത്മഹത്യ ചെയ്തു, സോജൻ. ആ സോജൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ സോജനെ പറ്റി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന്, സോജന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സോജന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞത് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് പറയാൻ പറ്റിയതാണോ ആ ദേശാഭിമാനി പറഞ്ഞ വാർത്ത? എന്ത് നെറികേടും കാണിക്കാൻ CPM-ന് മടിയില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ആ സോജനെ പറ്റി, ആ കുടുംബത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ. ഇതാണ് CPM-ന്റെ ഭീഷണിപ്പെടുത്തുക, അപമാനിക്കുക, പൊതുജന മധ്യത്തിൽ അവരെ പരിഹാസ്യരാക്കുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആന്തൂര് കഴിഞ്ഞ് ഇവിടെ മലപ്പട്ടത്തെത്തിയ അവസ്ഥ എന്താ? നിങ്ങൾക്കറിയാലോ മലപ്പട്ടത്തിന്റെ സാഹചര്യം. അവിടെ കഴിഞ്ഞയാണ് ഞങ്ങൾ ഒരു സീറ്റിൽ ജയിച്ചു, ഒരേ ഒരു സീറ്റിലാണ് ജയിച്ചത്. ആ സീറ്റിന്റെ വാർഡ് വിഭജനം ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേ തറ്റത്ത് നിന്നും ഇങ്ങേ തറ്റം വരെ നേരെ പുഴ പോകും പോലെയാണ് മുറിച്ചത്. എന്താണ് ആ വാർഡ്? എങ്ങനെ മുറിച്ചാലും കോൺഗ്രസിന്റെ കയ്യിൽ വരുന്നതുകൊണ്ട് ഒറ്റൊരു വാർഡാണ് കിട്ടിയത്. ആ വാർഡിന്റെ അങ്ങേ തറ്റത്ത് മുതൽ ഇങ്ങേ തറ്റം വരെ കോണി പോലെ മുറിച്ച് അതൊരു വാർഡാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസം? അത് കഴിഞ്ഞു ഇത്തവണ നന്നായി അവിടെ പെർഫോം ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അവിടെ വീണ്ടും ഭീകരാന്തരീക്ഷം. അവിടെ ഇന്ന് സംഭവിച്ചത് നിത്യശ്രീ, 12ാം വാർഡിലെ നിത്യശ്രീ, ആ നിത്യശ്രീയുടെ നോമിനേഷൻ അവിടെ തള്ളിയിരിക്കുകയാണ്. എന്തിനാ തള്ളിയത്? ഇട്ട ഒപ്പുകൾ മാറിപ്പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയാണ് നോമിനേഷൻ ഫോമിൽ ഉറപ്പിച്ച് അവിടെ ആള് നിൽക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. ആ നിത്യശ്രീ നേരിട്ടാണ് ഈ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരാകുന്നത്, ഒപ്പിടുന്നത്. നേരിട്ട് ചെന്ന് ഹാജരാകുകയാണ്. ആ നേരിട്ട് ചെന്ന് ഹാജരാകുന്നതിന് അവരുടെ ഒപ്പല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണ് അവരവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പോൾ പല ഒപ്പിടുമ്പോൾ ചെറിയ കുനുപ്പും കുത്തും എല്ലാം മാറിപ്പോവും. ആ നിത്യശ്രീ അവിടെ ഫോം കൊടുക്കുന്നതിന് കൃത്യമായി നോമിനേഷൻ കൊടുക്കുന്ന നേരിട്ട് കൊടുക്കുന്നതാണ്, നേരിട്ട് കൊടുക്കുന്ന നോമിനേഷനാണിത്. അവിടെ നേരിട്ട് ഹാജരായിട്ടുണ്ട്, നേരിട്ട് കൊടുത്തതാണ്. ഇന്ന് അവിടെ നേരിട്ട് പോയി, ഇന്ന് ഈ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട്, നേരിട്ട് അവിടെ ഒപ്പിട്ടു. എന്നിട്ടും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അത് എന്തുകൊണ്ടാണ്? മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? വലിയ സ്വാധീനമുണ്ടെന്നല്ലേ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കട്ടല്ലോ. ഇത് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ലല്ലോ. ഇത് ഈ സ്ത്രീ നേരിട്ട് അവിടെ ഹാജരായ അതിന്റെ തെളിവാണ്. എന്തിനാ നോമിനേഷൻ തള്ളേണ്ട കാര്യം? ഇതാണ് ഇന്ന് CPM അനുവർത്തിച്ചു വരുന്ന നിലപാട്. ആശയപരമായ രാഷ്ട്രീയമാണ് വേണ്ടത്, അല്ലാതെ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ട് എന്നും എക്കാലവും ആന്തൂരിന്റെയും മലപ്പട്ടത്തിന്റെയും ആ മാന്യത കളഞ്ഞു കുളിക്കുന്ന ഒരു സമീപനം, ആ സമീപനം ഇല്ലാതാകണം
എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരത്തിലുള്ള ഭീഷണി അത്തരം വീടുകളിൽ, ഇതാ വാന്തൂരുകാരെല്ലാം ഇവിടെയുണ്ട്, സ്ഥാനാർത്ഥികളായിട്ടുള്ളവരെല്ലാം ഇവിടെയുണ്ട്, പ്രൊപ്പോസ് ചെയ്തവരിവിടെയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ ലിവിയോട് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയൂ? ഇല്ല. പറഞ്ഞാൽ ഇത് അവസ്ഥ എന്തായിരിക്കും? അവർക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അതല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമീപനം മാറ്റാത്തോളം കാലം CPM മനസ്സിലാക്കേണ്ടത് പശ്ചിമബംഗാളിൽ നിങ്ങൾ ചെയ്തത് ഇത് തന്നെയാണ്, ത്രിപുരയിൽ നിങ്ങൾ ചെയ്തത് ഇത് തന്നെയാണ്. ഇന്ന് പശ്ചിമബംഗാളിലെ CPM-ന്റെ നേതാക്കന്മാർ എവിടെയാണുള്ളത്? CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ കഥ എന്താണ്? അതുകൊണ്ട് അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാകണം CPM എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നവരെ അതിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. അത് ഞങ്ങളെ ഈ അഡ്വാപ്പുറം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശമാണ്. ഇപ്പുറത്തെ ലീഗിനോടത്ത് ലീഗിന്റെയാണ്, മറ്റേത് കോൺഗ്രസ്. അവിടെ വേണ്ട, നിങ്ങൾ വേണ്ട എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അത് ആളില്ലാഞ്ഞിട്ടല്ല, ആളെ കിട്ടാഞ്ഞിട്ടല്ല. കണ്ണവരത്ത് നോമിനേഷന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളിപ്പോ കണ്ണവരത്ത് നമുക്ക് പറയാലോ CPM-ന്റെ, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അവിടെ കൊടുത്തിരിക്കുന്നവർ കൊടുത്തു എന്നുള്ള ആ ഒരു ഏൽപ്പിച്ചിരിക്കുന്നവര് അവർ കൃത്യമായി അത് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പുറത്തുള്ളവർ കൊടുത്തു, 2 സെക്ഷനായിട്ടാണ് ഏൽപ്പിച്ചത്. അവർ അപ്പുറത്ത് കൊടുത്തു ഇപ്പുറത്ത് കൊടുത്തു എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നീടാണ് നോമിനേഷന്റെ എല്ലാം കഴിയുമ്പോഴാണ് അവിടെ നോമിനേഷൻ ഇല്ല എന്ന് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തും. അതിന് CPM-നെ കുറ്റം പറയാനൊന്നും ഞങ്ങളില്ല. അത് ഞങ്ങൾ സമീപിക്കുക. അവര് വരുന്നുണ്ട്, കോട്ടക്കാർ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഹാജരായത് നിങ്ങൾക്കാണ്. ഞങ്ങള് ഇക്കാര്യത്തിലൊന്നും ഒരു കള്ളവും ഒരു നീതികേടും നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യവുമില്ല. ഇതിന് കൃത്യമായി നിങ്ങൾക്ക് ഞാൻ രേഖ കാണിച്ചു. അവിടെ ഹാജരായിട്ടുള്ള രേഖ നമ്മൾ കാണിച്ചു. ഇനി ഇത് അപ്പുറം എന്താ വേണ്ടത്? അവര് നോമിനേഷൻ കൊടുക്കുമ്പോൾ നേരിട്ട് പോയ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു. ഇന്നും അവരവിടെ പോയില്ലോ, ഇന്നും അവരവിടെ പോയി ഒപ്പിട്ടല്ലോ. പിന്നെ അത് സ്വീകരിക്കാൻ പറ്റില്ലേ? ആരെങ്കിലും വന്ന് പറഞ്ഞ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആന്തൂരെ സ്വീകരിച്ചല്ലോ, ഞങ്ങളല്ല എന്ന് പറഞ്ഞപ്പോ. ഇതൊരു ശുദ്ധമായ എന്താ പറയാ, ഇതിന് പറയാൻ വാക്കുകൾ. ഇത് വലിയ സെന്റർ, ഭയങ്കര CPM-ന്റെ ശക്തി കേന്ദ്രമാണെങ്കിൽ ഇലക്ഷൻ നടത്തിക്കോട്ടല്ലോ. ഇതില് ഞങ്ങള് കൃത്യമായ പരിഗണന കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തതാണ്. പക്ഷേ ഈ സ്ഥലത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച് ചെല്ലുന്ന ആളുകൾ തയ്യാറല്ല. അവരെ അതിനു മുമ്പ് ഇതിന്റെ ഒരു സാഹചര്യം ഞാൻ പറയാം. ഇത് നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഈ കൊടുത്ത പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെ നേരത്തെ ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾ സ്ഥലം മാറി പോകേണ്ടി വരും. ഇതിന് കൃത്യമായ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നിയോജകമണ്ഡലമാണ്. ഈ ആന്തൂര് മുനിസിപ്പൽ ചെയർമാനായിട്ടിരുന്ന ആള് ശ്യാമള ടീച്ചറാണ്. അവര് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടം? അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവർക്ക് ആര് ജയിച്ചാലും ജയിക്കാൻ സാധിക്കുമെന്ന് ജയിച്ചാൽ പോരെ? വലിയ മെജോറിറ്റി ഉണ്ടെന്നല്ല അവകാശപ്പെടുന്നത്.
നിങ്ങൾക്കറിയാലോ ഈ ലിവിയയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ലാതെ അവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരവിടെ താമസിക്കുന്നു? ഞാൻ അതിനൊരു ഉദാഹരണമാണ് ഈ അക്രമം. അല്ലെങ്കിലും അതിലും വലിയൊരു നീതികേടാണ് ഈ CPM കാരന് സഹയാത്രികനായ ആന്തൂര് ദാസനോട് സാജനോട് ചെയ്ത്. കാരണം ആന്തൂർ ദാസൻ ഒരു രക്തസാക്ഷിയാണ്. പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ് എപ്പോഴും സോജനോട് ചെയ്തത് അല്ല, സാജനോട് ചെയ്തത് എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചേ. സാജൻ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ കാരണം എന്താ അവരൊക്കെ പറഞ്ഞത്? കാരണം എന്താണ് എന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ സന്തോഷപൂർവ്വം വന്ന ഫോട്ടോ ആണ് അത്. എത്ര സന്തോഷമായിരുന്നു. നിങ്ങൾ ഈ ഫോട്ടോ ആണ് ചിരിച്ചുകൊണ്ടാണ് ഫോട്ടോ നോമിനേഷൻ കൊടുക്കുന്നത്. കണ്ട അതുകൂടെ 2 പ്രാവശ്യം നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പിന്നെയും കൊടുത്തിട്ടുണ്ട്. അത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോ പറയും ലിവിയ പറഞ്ഞു എന്നെ തട്ടിക്കൊണ്ട്. ലിവിക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. CPM പറയുന്നത് കേട്ടില്ലെങ്കിൽ അവിടെ താമസിക്കാൻ. ഈ ഒരു സാഹചര്യം നമ്മളെല്ലാവരും നിങ്ങളടക്കം ഒന്നുകൊണ്ട് അത് മാറ്റണം. ഈ തോന്നിവാസം ഇനി അനുവദിക്കരുത്. അതിന് മാധ്യമങ്ങൾ കൂടെ ശ്രമം വേണം. ഞങ്ങൾ ഈ പറഞ്ഞത് 101% ശരിയാണ്. ഇവിടെ മലപ്പട്ടത്തെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? ഇതാ നിത്യശ്രീ ഇവിടെ വന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുക. ഇതാണ് നിത്യശ്രീ. ഈ നിത്യശ്രീയുടെ നോമിനേഷനാണ് തള്ളിയത്. എന്ത് മാന്യതയും മര്യാദയാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തത്. നെറികേടല്ലേ ചെയ്തത്. അദ്ദേഹത്തിന് ആ സീറ്റിൽ എനിക്ക് അർഹതയുണ്ടോ? ഒരു ജനാധിപത്യ ഒരു സംവിധാനമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. ഇത്ര തോന്നിവാസം ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടുണ്ടോ? ഇതിൽ വെറുതെ തെളിവ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? നിങ്ങൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടോ? എന്ത് വ്യത്യാസം വന്നോ? ആ ഒപ്പ് എന്റേതാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ ഒപ്പ് തന്നെയാണ്. ഇത് നേരിട്ടാണ്. ഇതിനകത്ത് എന്താ സംശയിച്ചിരിക്കുന്നത്? അവിടെ പേടിപ്പിച്ച് വറപ്പിച്ച് ഒരു കുനിപ്പ് മാറിയെന്ന് വിചാരിച്ചാൽ അതിന് ന്യായീകരണമുണ്ടോ? ഈ സ്ത്രീ ഇത് നേരിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 4 പേര് വന്നപ്പോഴത്തേക്ക് അത് അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥനും നേരിട്ട് കാണുമ്പോ എന്ത് നീതിയാണ് ഇതിനകത്തുള്ളത്? ആ ഉദ്യോഗസ്ഥനോട് അവര് പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടോ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർ കേട്ടിട്ടുണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്കിത് ഒരു സത്യത്തിൽ ഒരു നോമിനേഷൻ തള്ളപ്പെട്ടതിന്റെ പ്രയാസമൊന്നുമല്ല. ഈ നാട്ടിലെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിന്റെ പ്രയാസം തന്നെയാണ്. ആരോട്? കലക്ടറോട്. അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഒരു സംഭവം നമുക്ക് ജില്ലാ കളക്ടർ എടുത്തുന്നോ എവിടുന്നും ഒരു നീതി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ജില്ലാ കളക്ടറെ മാറ്റാത്തത്? ജില്ലാ കളക്ടറെ ഇത്രയും വലിയ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും ആ ജില്ലാ കളക്ടറെ തന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾക്കൊന്നും ഇതിലൊന്നും ഒരു വിശ്വാസവുമില്ല. പിന്നെ പരാതി കൊടുക്കും, ചിലപ്പോൾ കൊടുക്കും, അതിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ. അവിടുന്ന് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ആ ലെവലിലെല്ലാം ശ്രമിക്കും.
ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടും. ഓക്കെ. ഈ ആന്തൂരെ മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്, സ്ഥാനാർത്ഥികളായവരും പ്രപ്പോസ് ചെയ്തവര്. അല്ല, അത് വേണ്ട. ഇപ്പൊ ഇവിടെ വന്നു നിന്ന് പോയവരെല്ലാം സ്ഥാനാർത്ഥികളാണ്. ആ, നിങ്ങൾ ഈ വിമത സ്ഥാനാർത്ഥികളെന്ന് ഞങ്ങളിപ്പോ ആരെയും വിമത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഡെമ്മി സ്ഥാനാർത്ഥികളുണ്ട്. ഇനി അത് വിഡ്രോയിലും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ അത് വിമതനാണോ ഡെമ്മിയാണോ എന്ന് മനസ്സിലാക്കാം. അത് എന്താണ് എന്നുള്ളത് വിഡ്രോയിൽ കഴിഞ്ഞ് 24-ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ അത് വിമതനാണോ എന്ന് മനസ്സിലാവും. ഇപ്പൊ ഡെമ്മി കൊടുത്തിട്ടുണ്ട് പലരും. നിങ്ങള് 24-ാം തീയതി കഴിയുമ്പോൾ അതിനകത്ത് സാഹചര്യം വിഡ്രോയലിന്റെ ഒരു സമയമുണ്ടല്ലോ. വിഡ്രോയലിന്റെ സമയം കഴിയുമ്പോൾ അതിനകത്ത് വിമതനുണ്ടോ നിങ്ങൾ ഇപ്പൊ കൊടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ചില വാർത്തകൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടും, അത് വെച്ചിട്ട് കൊടുക്കാം. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ആധികാരികമായി പറയണമെങ്കിൽ 24-ാം തീയതി വൈകുന്നേരം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഡെമ്മിയാണോ അല്ലെങ്കിൽ വിമതനാണോ എന്നുള്ളത്. പയ്യാമ്പലത്തിന് മാത്രം പ്രത്യേകതയില്ലല്ലോ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരായാലും പാർട്ടിക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, കോർ കമ്മിറ്റി ഉണ്ട്, സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ. ആ കമ്മിറ്റി തീരുമാനിച്ചവരാണ് സ്ഥാനാർത്ഥികൾ. അതിനപ്പുറത്തേക്ക് 24-ാം തീയതി കഴിഞ്ഞ് ആരുണ്ടേലും, അതിപ്പോ ഞാനായാലും പുറത്തല്ലേ. ഓക്കെ.